ഏറ്റവും അടുത്ത് പറഞ്ഞ സംഗതിയാണ് ഇതൊരു ആത്മഹത്യാ ശ്രമമാണ്, ഇതിൽ ശാസ്ത്രം തള്ളിമറിച്ച് വരുന്നത് മാത്രമാണ്. ഇത് ശാസ്ത്രം എന്നുള്ള സംഗതി പറയുമ്പോൾ ഇപ്പോൾ വിശ്വാസികൾ പറയുമ്പോൾ ഒരു കാര്യം, ഇസ്ലാമിലെ നോമ്പ് നിർബന്ധമാക്കിയത് അത് ശാസ്ത്രീയമായതുകൊണ്ടല്ല, അത് പടച്ചോ നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞു വരുന്ന ആൾ അവരാണ് മാന്യന്മാരെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾ അത് പറയും, ഓക്കെ ഞങ്ങൾ ഇസ്ലാമിലെ നോമ്പ് നോക്കുന്നതിൻ്റെ കാരണം അത് ഇസ്ലാമിൽ അത് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹു അത് നോക്കാൻ പറഞ്ഞു, അല്ലാതെ ശാസ്ത്രമാണോ അല്ലയോ എന്ന് നോക്കി അതൊന്നുമല്ല ഞങ്ങൾ നോക്കുന്നതിൻ്റെ കാരണം. ഞാൻ ഡോക്ടർ ഫസൽ PT UAE പ്രാക്ടീസ് ചെയ്യുന്ന മെഡിക്കൽ ഡോക്ടറാണ്. ശാസ്ത്രീയമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന കാക്കാമാരോടുണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ ഒരു അപ്രീസിയേഷൻ, ഒരു കൂപ്പ് കൈ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ അതിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ശാസ്ത്രം തിരിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. നിങ്ങൾ ഈ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ഈ ദവാക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത്. ആ അപ്രീഷിയേഷൻ അവർ കയ്യിൽ വാങ്ങി വെക്കട്ടെ. പക്ഷെ എങ്കിലും ഈ റമദാനിലെ ഡ്രൈ ഫാസ്റ്റിംഗ് ശാസ്ത്രീയമല്ല എന്ന് പറയുന്ന, അതിനുവേണ്ടി മണിക്കൂറുകൾ നീണ്ട 3-4 വീഡിയോസ് ഇട്ട, ഇനിയും വീഡിയോ ഇടാൻ പോകുന്ന താങ്കൾ തന്നെ പറയണം എന്തുകൊണ്ട് റമദാനിലെ ഡ്രൈ ഫാസ്റ്റിംഗ് ശാസ്ത്രീയമല്ല, അതിനുള്ള തെളിവ് എവിടെ, അതിനുള്ള സ്റ്റഡീസ് എവിടെ? ഇതുപോലെ നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് കള്ളൻ എങ്ങനെ വേണമെങ്കിലും ഓടാം, തട്ടിപ്പറിച്ച് മാല പൊട്ടിട്ടോ അല്ലെങ്കിൽ ആളെ കുത്തിയോ എങ്ങനെ വേണമെങ്കിലും ഓടാം. പക്ഷെ കള്ളന്റെ പിന്നാലെ ഓടുന്ന ആൾക്ക് കള്ളൻ ഓടിയ വഴി കൂടെ തന്നെ ഓടിയേ പറ്റുള്ളൂ. അവനെ ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് അവന് പിടിക്കണം. കള്ളൻ മറിച്ചിടുന്ന സാധനങ്ങൾ മുഴുവൻ നേരെ വെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കള്ളന്മാരോട് പറയാനുള്ളത്, ഈ കള്ളി മറിച്ച് ഓടുന്ന കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് പതുക്കെ ഓടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ പിന്നാലെ നമ്മളുണ്ട്. ഇത് നിങ്ങൾ തട്ടിമറിച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ നേരെ ആക്കിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതാണ് ചരിത്രം. അപ്പൊ നിങ്ങളും ഒന്ന് പതുക്കെ ഓട്. നിങ്ങൾ തട്ടിമറിച്ചിടുന്ന സാധനങ്ങൾ ഞങ്ങളും ഒന്ന് നേരെയാക്കട്ടെ. നോമ്പിനെ കുറിച്ച്, ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പരിണാമപരമായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കുറെ നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എന്താണ് നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതാണ് ഇതിന്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനുഷ്യൻ ഉണ്ടായ അന്ന് മുതൽ നമ്മൾ പരിണാമപരമായിട്ട് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു എന്ന് പറയാം. അതായത് നമ്മൾ വേട്ടയാടി ഭക്ഷിച്ച് അങ്ങനെ നീളെ നടന്നിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുന്ന സമയങ്ങളുണ്ടാവും, കിട്ടാത്ത സമയങ്ങളുണ്ടാവും. അപ്പോൾ ബോഡിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥകൾ അത് തരണം ചെയ്യാനുള്ള എല്ലാ മെക്കാനിസവും നമ്മൾ ബോഡിയിലുണ്ട്. അപ്പോൾ ഭക്ഷണം ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, കഴിക്കാതിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ബോഡിയിൽ ഒരു വലിയ ഡാമേജ് ഉണ്ടാകാനോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒക്കെ നമുക്കത് തരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ബോഡി തന്നെ ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോനിയോജനസിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിൽ വരെയുള്ള മെക്കാനിസം നമ്മുടെ ബോഡിയിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എവല്യൂഷണറി ബയോളജി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പുത്തരിയല്ല, നമുക്ക് വളരെ പരിചിതമായ ഒരു സംഗതിയാണ്. നമ്മുടെ ബോഡിയിൽ അതിനുള്ള മെക്കാനിസം ഉണ്ട്, അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയല്ല. അതൊരു വശം. പിന്നെ ഉള്ളത്, അപ്പോൾ എവല്യൂഷൻ പ്രകാരം നമ്മൾ അതിനോട് കോമ്പാറ്റബിൾ ആണ് എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ എവല്യൂഷണലി പരിണാമപരമായി പട്ടിണി കിടക്കുന്നത് ഈ ഫാസ്റ്റിംഗ് എന്നത് മനുഷ്യന് പുത്തരിയല്ല, മനുഷ്യൻ അതിന് കോമ്പാറ്റിബിൾ ആണ്. അതായത് ഈ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ്, ഇസ്ലാമിക് ഫാസ്റ്റിംഗ്, റമദാൻ ഫാസ്റ്റിംഗ് 1400ഓളം വർഷത്തോളമായി ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യകുലത്തിന് അതും ഒരു പുത്തരിയല്ല. അപ്പൊ ഈ മനുഷ്യന് ഇതും കോമ്പാറ്റിബിൾ ആണ് എന്നതിന് ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര്, ഈ മുസ്ലിങ്ങളും മനുഷ്യന്മാരാണല്ലോ, അവര് ഒരു തെളിവല്ലേ? ഇനി കാലചക്രം ഒന്നുകൂടി വ്യക്തമായി തിരിച്ചാൽ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഇത്രയും കൃത്യമായി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും? ഈ 1400 വർഷം എന്നത് അങ്ങനെ ചെറിയ കണക്കൊന്നുമല്ലല്ലോ. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ 2019 സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള എവിഡൻസ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് പറയാനുള്ള ഒരു സമയം ഉണ്ടായില്ല. അന്ന് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ വരുന്നുണ്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഗുണമുള്ളതാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അധികം വൈകാതെ അതിന്റെ റിപ്പോർട്ട്സ് പുറത്തു വരും എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് 22 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പറയാൻ കഴിയും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്താണെന്നും അതിന്റെ ഗുണം എന്താണെന്നുള്ളതും വളരെ ഭംഗിയായിട്ട് ശാസ്ത്രം ഇവിടെ മനസ്സിലാക്കി അത് ഒരു മെഡിക്കൽ സൊല്യൂഷന്റെ ഭാഗമായിട്ട് ഇവിടെ വെക്കുന്നു. അതെ, ഇപ്പോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസും റിസർച്ചും ഉണ്ട്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലായി ഡ്രൈ ഫാസ്റ്റിംഗിനെ കുറിച്ചും ഒരുപാട് സ്റ്റഡീസും റിസർച്ച് പേപ്പേഴ്സും ഉണ്ട്. ഈ 5 പോയിന്റ്സിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പോയിന്റ്സും പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് കാലറി റെസ്ട്രിക്ഷൻ വഴി നമ്മൾ ചെയ്യുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റിംഗ് കറക്റ്റ് അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ പിന്നെ ആരിഫ്, നമ്മൾ തുടക്കത്തിൽ ആദ്യം പറഞ്ഞെങ്കിൽ നമ്മളൊന്ന് എംഫസൈസ് ചെയ്യണം, വേണം നമുക്ക് കൂടുതൽ ലിങ്ക് ആഡ് ചെയ്യാം ഇതിനകത്ത്. ഡ്രൈ ഫാസ്റ്റിംഗിലൂടെ ഉള്ള ഹെൽത്ത് റിസ്കുകൾ എത്രയോ ആർട്ടിക്കിൾസ് ഉണ്ട്, നിങ്ങളത് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, ഈ റംസാൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അധികം ആർട്ടിക്കിൾസ് ഇല്ല. പക്ഷേ ഡ്രൈ ഫാസ്റ്റിംഗ് ബന്ധപ്പെട്ട് വരുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റേ മണ്ടത്തരമാണ്. വെള്ളം കുടിക്കാതിരുന്നോട് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, ശാസ്ത്രീയം എന്നുള്ള രീതിയിലുള്ള ഇഷ്ടംപോലെയുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആൾക്കാർക്ക് സ്വയം പരിശോധിച്ചു. ലിബിൻ അബ്രഹാം ആരാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിലും എനിക്കറിയില്ല എന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ എങ്കിലും അദ്ദേഹം പറയുന്നത് ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്യരുത്, അത് ശരീരത്തിന് ഹാനികരമാണ്, അതിനെതിരെ
ഒരുപാട് പഠനങ്ങളുണ്ട്, അതിവിടെ ഷെയർ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ എത്ര പരതിയിട്ടും അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പഠനങ്ങൾ ഷെയർ ചെയ്തതായി കണ്ടതുമില്ല. ഇനി അവര് ഷെയർ ചെയ്ത കുറച്ച് പഠനങ്ങളാണെങ്കിൽ അത് തികച്ചും കോമഡിയുമാണ്. ഈ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി. അതിന് കാരണം 2 പൈലറ്റുമാരും നോമ്പെടുത്തതായിരുന്നു. അതേപോലെ സൗദിയിലെ ഒരു 240ഓളം പേരിൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അതിൽ 60% ആൾക്കാരും ദൈനംദിന ചെലവുകൾ കൂടി, അവരുടെ വെയിറ്റും കൂടി. ഈ ദൈനംദിന ചെലവുകൾ കൂടിയാൽ എന്തായാലും അവരുടെ വെയിറ്റും കൂടുമായിരിക്കുമല്ലോ. അതേപോലെ ഈ UAE റോഡ് സേഫ്റ്റി അതോറിറ്റി ഈ റമദാൻ പീക്ക് അവേഴ്സിൽ അവിടെ ആക്സിഡന്റുകൾ കൂടുന്നു, അതിനെതിരെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇറക്കി. ഇതൊക്കെയാണ് അവർ കാണിക്കുന്ന പഠനങ്ങൾ. അപ്പോൾ ഇവര് കാണിച്ചതിനേക്കാൾ മികച്ചതായ പഠനങ്ങൾ ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിന് അനുകൂലമായി എനിക്ക് കാണിക്കാൻ പറ്റുമെന്നും അത് ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇനിയും അവര് കുറച്ചുകൂടി വീഡിയോസ് ഇതിനെപ്പറ്റി ഈ ഡ്രൈ ഫാസ്റ്റിങ്ങിനെതിരായിട്ട് ഇടുമെന്നാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അവർ ഇനിയും ഇടുന്ന വീഡിയോകളിൽ എന്തെങ്കിലും പുതിയ നല്ല പഠനങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഈ സ്റ്റഡീസ് വെച്ച്, അല്പം ബോറിംഗ് ആണെങ്കിൽ കൂടി ഈ സ്റ്റഡീസുകൾ നിരത്ത് വെച്ച് നമുക്കൊരു റിയാക്ഷൻ വീഡിയോ കൂടി ചെയ്യാമെന്ന് അറിയിക്കുന്നു. ഇനി അവസാനമായി ഫാസ്റ്റിങ്ങിനെ പേടിക്കുന്നവരോടും പേടിപ്പിക്കുന്നവരോടുമായി വേൾഡ്സ് റെക്കോർഡ് ബ്രേക്കിംഗ്, വേൾഡ്സ് ലോങ്സ്റ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കൂടി പറയട്ടെ. 1966 ആംഗസ് ബാർബിയറി എന്ന 27കാരൻ പയ്യൻ 456 പൗണ്ട് 205 കിലോയിൽ നിന്നും 180 പൗണ്ട് 82 കിലോയിലേക്ക് എത്തിയത് മെഡിക്കൽ സൂപ്പർവിഷനോടുകൂടിയുള്ള ഈ വൈറ്റമിൻസും സോഡിയവും പൊട്ടാസ്യവും ന്യൂട്രീഷണൽ ഈസ്റ്റും എടുത്തുകൊണ്ടുള്ള ഒരു ഫാസ്റ്റിംഗിലൂടെയായിരുന്നു. അദ്ദേഹം എത്ര ദിവസമാണ് ഫാസ്റ്റിംഗ് ചെയ്തതെന്ന് അറിയാമോ? 382 ദിവസം, അതായത് 1 കൊല്ലവും 17 ദിവസവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. റമദാൻ മുബാറക്. മർഹബൻ യാ റമദാൻ.